പോരാടാം ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി എന്ന സന്ദേശത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പയ്യന്നൂർ എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ എം രാജീവൻ ക്ലാസ് എടുത്തു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലിംഗ് സെല്ലിന്റെയും ടീൻസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പോരാടാം ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി രണ്ടാംഘട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഹെഡ്മിസ്ട്രസ് സുലേഖ ടീച്ചർ നിർവഹിച്ചു. സ്കൂൾ കൗൺസിലർ വി അനുപമ സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ എം രാജീവൻ ക്ലാസിന് നേതൃത്വം നൽകി. പിന്നെ നിങ്ങളുടെ വിനോദങ്ങൾ മാറുന്നു, കളികൾ മാറുന്നു. ഞാൻ പല സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞ കുട്ടികളോട് ചോദിക്കും, എത്ര പേര് പത്രം വായിക്കാറുണ്ട്? ഞാൻ ഇവിടെ ചോദിക്കാം, ഇവിടെ ഈ ഹാളിൽ എത്ര കുട്ടികൾ രാവിലെ എഴുന്നേറ്റിട്ട് പത്രം വായിക്കാറുണ്ട്? ഒന്ന് കൈ നോക്കിയേ. കൈ പൊക്കണമെങ്കിലും അപ്പുറം നോക്കണം അല്ലേ? ഇതാ നമ്മുടെ ഏറ്റവും വലിയൊരു ദോഷം. നമുക്ക് സ്വന്തം തീരുമാനമൊന്നുമില്ല. അടുത്ത ആളെ കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ നോക്കണം അല്ലേ? എന്നാലും എനിക്ക് തോന്നുന്നു 10-15 പേര് മാത്രം. ഒരു 100 പേരുള്ള ഈ ക്ലാസ്സിൽ 10-15 പേര്. ഒരു സ്കൂളിൽ 100 കുട്ടികളുള്ള സ്ഥലത്ത് ഒരു കുട്ടി മാത്രമാണ് കൈപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം, വാട്സപ്പ് എത്ര പേര് ഉപയോഗിക്കാം? ഒന്ന് നോക്കട്ടെ, നോക്കിയാട്ടെ. അത് നമുക്ക് വേണം. വാട്സപ്പിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു പിരിമുറുക്കാണ്. വേഗം നോക്കണം എത്ര ആൾക്കാർ ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അതാണ് നോക്കുക. രണ്ടാമത്തെ എന്താണ്? തിരിച്ച് ഗുഡ് മോർണിംഗ് ആകുമ്പോൾ അയക്കണം അല്ലെ? അങ്ങനെ ചെയ്യാം. ഗുഡ് മോർണിംഗ് അയക്കണ്ടേ? ഇല്ലെങ്കിൽ ചായ കിട്ടിയില്ലെങ്കിൽ സാധിക്കില്ല, ഗുഡ് മോർണിംഗ് അയക്കണം. ഗുഡ് മോർണിംഗ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കുക, നമ്മൾ അയച്ച ഗുഡ് മോർണിംഗിന് താഴെയുള്ള 2 ശരി നീല കളർ ആകുന്നുണ്ടോ എന്ന് നോക്കും അല്ലേ? എന്താ നീല കളർ ആകാൻ നോക്കുന്നത്? അതും അറിയാം, ഭയങ്കരമായ റിസീവ് ചെയ്യുന്നത്. പിന്നത്തെ ടെൻഷൻ എന്താ? നമ്മൾ അയച്ച മെസ്സേജ് റിപ്ലൈ ഇങ്ങോട്ട് കിട്ടണം അല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോഴേ എല്ലാവരുടെ മുഖത്തും വിടർന്ന മന്ദഹാസം ഞാൻ ശ്രദ്ധിച്ചു. വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോഴുള്ള മന്ദഹാസം ചിരി അത് ഞാനത് കണ്ടു. അത് ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടി കിട്ടുന്നത് വരെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഇന്റർനെറ്റ് കട്ടായി പോയി കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാകുന്ന ആ വൈകാരികമായ ഒരു സംഘർഷം എത്രയാണ് എന്ന് നമുക്ക് അങ്ങനെ ഒരു ടീൻസ് ക്ലബ് കോർഡിനേറ്റർ ശ്രീജ, കൗൺസിലർ അനുപമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 4 ഏക്കർ 35 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം. നിലവിൽ തെങ്ങ്, കമുക്, കുരുമുളക്, പ്ലാവ്, മാവ് എന്നിവയാണ് ഉള്ളത്. ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട്. സ്കൂൾ, ബാങ്ക്, ആരാധനാലയങ്ങൾ, ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്.